ഓണം എക്സാം കഴിഞ്ഞു, ക്രിസ്മസ് എക്സാമും കഴിഞ്ഞു, മോഡൽ എക്സാം ഇങ്ങനെത്തി. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും വെച്ചിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സാം അറ്റൻഡ് ചെയ്തിട്ട് പേപ്പർ ആൻസർ ഷീറ്റ് കിട്ടില്ല എന്നുള്ളൊരു ധൈര്യത്തോടെയാണ് നിങ്ങൾ പലരും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല മോഡൽ എക്സാമിനെ നിങ്ങൾ കാണേണ്ടത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് എക്സാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ വേണം നമ്മുടെ മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. പബ്ലിക് എക്സാമിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ. അതായത് എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം, എത്ര സമയം എടുത്ത് ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, ഏതാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഫെമിലിയർ ആവും. പബ്ലിക് എക്സാമിലേക്ക് വരുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഇത് എനിക്ക് അറിയാം എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. എന്തുകൊണ്ടാണ് മോഡൽ എക്സാം ഇമ്പോർട്ടന്റ് ആകുന്നത്? പഠിക്കാതെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നിങ്ങൾ എക്സാമിന് എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ള എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ്ലി പഠിച്ചതുകൊണ്ട് മോഡൽ എക്സാം ഓർ ഫൈനൽ എക്സാം സിമ്പിൾ ആവണം എന്നില്ല. പക്ഷെ അതിനു മുന്നേ മോഡൽ എക്സാം എഴുതുകയാണെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുവഴി ഫൈനൽ എക്സാം ഈസി ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ടൈം മാനേജ്മെന്റ് അല്ലെ. കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പക്ഷെ കറക്റ്റ് ടൈമിൽ തീർത്താൽ മാത്രമേ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മോഡൽ എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. മോഡൽ എക്സാം ഇല്ല എന്ന് കരുതുക. ആദ്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത് ഫൈനൽ എക്സാമിന് പോകുമ്പോഴാണ്. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴാണ് നമ്മുടെ വീക്ക് ഏരിയാസ് ഏതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം ഒരു ട്രയൽ തന്നെയാണ്. നമ്മുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ച ശേഷം നമ്മൾക്ക് ഫൈനൽ എക്സാമിന് ആ ടോപ്പിക്കുകൾ ഫോക്കസ് കൊടുത്ത് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കുറച്ച് കുട്ടികൾക്കെങ്കിലും ഫൈനൽ എക്സാം ഒരു പേടി സ്വപ്നം തന്നെയാണ്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഉറങ്ങാത്ത രാത്രികളായിരിക്കും. പക്ഷേ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ മോഡൽ എക്സാം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ മോഡൽ എക്സാം ഒരു ജഡ്ജ്മെന്റ് അല്ല, ഒരു ഫീഡ്ബാക്ക് ആണ്.